ഇന്നൊരു രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടു. അത് ഹരിതകർമ്മസേന മൊത്തം പിടിച്ചുപറി എന്നാണ് പറയുന്നത്. 50 രൂപ വീടുകളിൽ നിന്നും 100 രൂപ കടകളിൽ നിന്നും ഒരു മാസം ഒരു പഞ്ചായത്തിലേക്ക്, അതായത് ഓരോ വാർഡുകളിലേക്കും സ്റ്റാഫുകളെ വെച്ച് 2 സ്റ്റാഫുകളെ വെച്ച് ആ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വാഹനത്തിൽ ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്ന ചെലവിലേക്കായി വാങ്ങുന്ന തുക വലിയ തുകയാണെന്നാണ് 2 ഭീകരവാദികൾ പറഞ്ഞിരിക്കുന്നത്. വിട്ടുക്കന്മാർ വല്ലാത്ത കണ്ടുപിടുത്തായി കളഞ്ഞോ കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ഈ വീഡിയോ ചെയ്ത ആളോടും ഈ തെറ്റിദ്ധാരണ ജനങ്ങളുടെ പരത്തുന്ന ആളുകളോടും 2 കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, കേരളത്തിൽ ഇന്ന് പ്ലാസ്റ്റിക് കവറുകളിൽ അല്ലാത്ത സാധനങ്ങൾ കിട്ടുന്ന കട എന്ത് സാധനമാണ് കിട്ടുന്നതെന്ന് കൂടി നിങ്ങൾ പറയുക. അങ്ങനെ കൊണ്ടുവരുന്ന താമസമുള്ള ഒരു വീട്ടിൽ മിനിമം ഒരു മാസം ഒരു ചാക്ക് പ്ലാസ്റ്റിക് ഏറ്റവും കുറഞ്ഞത് കിട്ടും. മിനിമം 2 പേരെങ്കിലും താമസിക്കുന്ന ഒരു വീട്ടിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പറയും. ഇത് വലിച്ചെറിഞ്ഞ് നമ്മൾ ഭാവിയിൽ കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു നാടായി മാറും നമ്മുടെ നാട്. ആകാനാണ്, അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കപ്പെടുന്നത്. മറക്കരുത്. തള്ളിക്കളയുകയും വരുത്, തെറ്റിദ്ധാരണ പരത്തുകയും വരുത്. അതുകൊണ്ട് ഈ 50 രൂപ നമുക്കൊരു നഷ്ടമേ അല്ല.